ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലാണ്. ചരിത്രപ്രേമികൾക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ബിർള മ്യൂസിയം. അരേര ഹിൽസിലെ മനോഹരമായ കാഴ്ചക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിനുള്ളിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണെന്ന് അറിയാവോ? പ്രശസ്തമായ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൻ്റെ അഥവാ ബിർള മന്ദിറിൻ്റെ തൊട്ടടുത്താണ് ഈ മ്യൂസിയം. 1971 ഇത് പ്രവർത്തനം തുടങ്ങിയത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായിട്ടുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. മ്യൂസിയത്തിൻ്റെ പുറത്തു നിന്നുള്ള ഭോപ്പാലിൻ്റെ നഗരത്തിൻ്റെ വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് രസമാണെന്നറിയാവോ? അതേപോലെ നമുക്ക് 7-ാം നൂറ്റാണ്ട് മുതലുള്ള അതിമനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത്. മധ്യപ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ശിവൻ, വിഷ്ണു, ശക്തി രൂപങ്ങൾ കല്ലിൽ കൊത്തിയെടുത്തത് കാണുമ്പോൾ അന്നത്തെ കലാകാരന്മാരുടെ കഴിവിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഭീംബേട്ട ഗുഹകളുമായി ബന്ധപ്പെട്ട ചില കൗതുകരമായിട്ടുള്ള അറിവുകളും നമുക്കിവിടെ ലഭിക്കും. അതേപോലെ തന്നെ നമുക്ക് പഴയ കാലത്തെ നാണയങ്ങൾ, വലിയൊരു ശേഖരം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് രാവിലെ 9:30 തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ചരിത്രത്തെ പ്രണയിക്കുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ളൊരിടമാണ് ബിർള മ്യൂസിയം. ഭോപ്പാലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ സന്ദർശിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ മിസ് ചെയ്യരുത് നമ്മുടെ ഭോപ്പാലിൽ ബിർള മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ. ഭോപ്പാലിൽ നമുക്ക് ബിർള ക്ഷേത്രമുണ്ട്. അവിടെ നമുക്ക് ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. കൂടാതെ നമുക്ക് ശിവൻ, ഹനുമാൻ എന്നിവർക്കായിട്ട് പ്രത്യേക സന്നിധികളും ഉണ്ട് അവിടെ. മണൽ കല്ലിൽ തീർത്ത ഈ ക്ഷേത്രം മഞ്ഞയും കാവി കലർന്നതുമായ നിറത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രശസ്ത വ്യവസായ ഗ്രൂപ്പായ ബിർള കുടുംബമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നഗര നിർമ്മാണ ശൈലിയിലുള്ള ഗോപുരങ്ങളും കൊത്തുപണികളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഭോപ്പാൽ നഗരത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള നഗരത്തിൻ്റെ കാഴ്ച നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ ക്ഷേത്രമുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭോപ്പാലിൻ്റെ നഗരവും അപ്പർ ലേക്കും ലൈറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതേപോലെ തിരക്കേറിയ നഗരത്തിനുള്ളിലാണെങ്കിലും ക്ഷേത്രത്തിനകത്ത് വളരെ ശാന്തമായുള്ളൊരു അന്തരീക്ഷമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ മനോഹരമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭോപ്പാലിൽ വന്നു കഴിഞ്ഞാൽ ബിർള കുടുംബത്തിൻ്റെ ക്ഷേത്രവും അതേപോലെ മ്യൂസിയവും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സ്റ്റേ ട്യൂൺ ഓൺ അഞ്ജന ഹരി വ്ലോഗ്. വിഷ്ണു ഫാൻസ് നൈവരാഹ
സൂര്യനാരായണൻ. വരാഹം. വരാഹം.